കാരുണ്യവാനായ സർവശക്തനായ സർവജ്ഞനായ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും വന്നുപോയ സർവവിധ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങളോട് പൊറുക്കുകയും മാപ്പാക്കി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ വിധിവിലക്കുകൾ മാനിച്ച് നിന്റെ പൊരുത്തം സമ്പാദിക്കാൻ നീ ഞങ്ങൾക്ക് അവസരവും ബോധവും വഴിയും ഒരുക്കി തരണമേ റഹ്മാനെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം അനുസരണയുള്ള, അച്ചടക്കമുള്ള, സകല സൽഗുണങ്ങളും സമ്മേളിക്കുന്ന ഉത്തമ വിശ്വാസികളായി ജീവിച്ച് മരിച്ചു പോകേണ്ടവരാണ്. കേവലമായ യാന്ത്രികമായ ചില ചടങ്ങുകളോ ആരാധനാനുഷ്ഠാനങ്ങളോ അല്ല നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. ഒരു മുഅ്മിനിന് അനിവാര്യമായ ക്വാളിറ്റികൾ, സൽഗുണങ്ങൾ നമ്മളിലൊക്കെ ഉണ്ടാകണം. എങ്കിലേ നമ്മുടെ ഈമാൻ, നമ്മുടെ ഇസ്ലാം, നമ്മിലെ ദീൻ ഫലവത്താവുകയുള്ളൂ. അതിന് ആത്യന്തികമായി അടിസ്ഥാനപരമായി വേണ്ടത് മനോവിശുദ്ധിയാണ്. അത്തഹൂറു ഷത്റുൽ ഈമാൻ. വിശ്വാസത്തിൻ്റെ, ഈമാനിൻ്റെ, ദീനിൻ്റെ ആദ്യത്തെ പാർട്ട്, ആദ്യത്തെ പാതി അത് ബാഹ്യവും ആന്തരികവുമായ വിശുദ്ധിയാണ്. ആ വിശുദ്ധിക്ക് കളങ്കമുണ്ടാക്കുന്ന ഏറ്റവും വലിയ ഒരു വൃത്തികേടാണ് ഈഗോ. നമ്മുടെ മനസ്സിൽ നിലകൊള്ളുന്ന പൊങ്ങച്ച പ്രകടനങ്ങൾ, അഹങ്കാരം, ഉൾനാട്യം, ഇതൊക്കെ നമ്മുടെ മനോവിശുദ്ധിയെ തകർക്കുന്ന മനോരോഗങ്ങളാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് കഴിഞ്ഞ 2 ആഴ്ചകളിൽ ഇവിടെ പറഞ്ഞു വച്ചത്. കിബിറിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചികിത്സാരീതികൾ. അതേതാണ് ആ രീതി? ഇൽമിയുൻ വ അമലിയുൻ. അറിവാകുന്ന മരുന്ന് കഴിക്കാനുണ്ട്, കർമ്മമാകുന്ന ചികിത്സ നടത്താനുണ്ട്. ഇത് രണ്ടുണ്ടാകുമ്പോഴാണ് ഈ അസുഖം സുഖപ്പെടുക. അറിവാകുന്ന മരുന്നിനെ കുറിച്ച് നമ്മൾ വിശദമായി കഴിഞ്ഞ 2 സംസാരങ്ങളിലൂടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് കിബിറിനെ തച്ചുടക്കാൻ, അഹങ്കാരത്തിൻ്റെ കൊമ്പൊടിക്കാൻ വേണ്ട കർമ്മമാകുന്ന ചികിത്സ എന്താണ് എന്നതിലേക്കാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. വഅമ്മൽ ഇലാജുൽ അമലിയോ. അഹങ്കാരമെന്ന വൃത്തികെട്ട സ്വഭാവത്തെ സുഖപ്പെടുത്താനുള്ള കർമ്മമാകുന്ന ചികിത്സ അത്തവാളുഉ ലില്ലാഹി ബിൽ ഫിഅലി. എല്ലാ രംഗങ്ങളിലും ഞാനും നിങ്ങളും വിനയാന്വിതരായി, താഴ്മയുള്ളവരായി നിലകൊള്ളലാണ്. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് സർവമണ്ഡലങ്ങളിലും, സമസ്ത മേഖലകളിലും, സർവ സാഹചര്യങ്ങളിലും താഴ്മയോടെ, വിനയത്തോടെ നിലകൊള്ളലാണ് കർമ്മമാകുന്ന മരുന്ന്. ഇതെവിടെങ്കിലൊന്നും പോരാ. വീട്ടിലും കുടുംബത്തിലും അയൽപക്കക്കാർക്കിടയിലും നാട്ടിലും സമൂഹത്തിലും നാം വിനയമുള്ളവരായി തീരണം. ബിൽ ഫിഇലി, പ്രവൃത്തി കൊണ്ട്, വാക്കുകൊണ്ട്, നമ്മുടെ പെരുമാറ്റം കൊണ്ട് നമ്മൾ താഴ്മയോടെ വർത്തിക്കാൻ നാം തയ്യാറാകണം. ചിലരുണ്ട് നാട്ടിൽ മാന്യന്മാരാണ്, നാട്ടിൽ അവർ വിനയാന്വിതരാണ്, നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനാണ്. പക്ഷേ വീട്ടിൽ ഭാര്യയ്ക്കും മക്കൾക്കും ഇടയിൽ അയാൾ മൂർഖനാണ്. അത് പറ്റൂല.
നേരെ തിരിച്ചുണ്ട് ചില ആളുകൾ. വീട്ടിൽ സൽഗുണസമ്പന്നനാണ്, മക്കളോടും കുടുംബത്തോടൊക്കെ പ്രിയപ്പെട്ട ഭർത്താവാണ്, പുന്നാര ഉപ്പയാണ്, പക്ഷെ നാട്ടിൽ പോക്കിരി രാജനാണ്. അത് പറ്റൂല. എല്ലാ രംഗങ്ങളിലും എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ വിനയമുള്ളവരായി നിലകൊള്ളുക. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ മഹാന്മാരായ സ്വഹാബാ കിറാമും ലോകം അംഗീകരിക്കുന്ന ആദരിക്കുന്ന ഔലിയാക്കളും ജീവിതം കൊണ്ട് കാണിച്ചു തന്ന താഴ്മയുടെ വിനയത്തിന്റെ ജീവിതമുണ്ടല്ലോ, അത് നമ്മളൊക്കെയും മാതൃകയാക്കണം. മുമ്പ് പറഞ്ഞല്ലോ നബി തങ്ങളുടെ താഴ്മ, അല്ലെ, വിനയം കൊച്ചു കുട്ടികളോട് പോലും, അല്ലെ, സമൂഹത്തിലെ അവശരായ, അല്ലെ, താഴ്ന്നവരെന്ന് മുദ്രകുത്തപ്പെടുന്ന ആളുകളോടൊക്കെ അവിടുന്ന് പെരുമാറിയ പെരുമാറ്റ രീതി, സ്വഹാബാക്കളുടെ രീതി, ഔലിയാക്കളുടെ രീതി പറഞ്ഞില്ലേ, അത് നമ്മൾ പിന്തുടരണം. പ്രിയപ്പെട്ടവരെ, വെറും അറിവ് കൊണ്ട് അഹങ്കാരം നീങ്ങൂല. എവിടെ അറിവുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഇൽമ് നാഫിയാകണം, ഇൽമിന്റെ കൂടെ അമല് വേണം. നിക്കാഹിന്റെ ബാബോധി, കല്യാണം എങ്ങനെ നടത്തണം, ഇസ്ലാമിക സംസ്കൃതിയിലുള്ള നിക്കാഹ് എന്താണെന്ന് ഫിഖ്ഹിന്റെ വലിയ കിതാബാ തുഹ്ഫത്തുൽ മുഹ്താജ്, ഒരുപാട് ദീർഘമായ വിവരണമാണ് അതിനകത്തുള്ളത്. അതിലെ നിക്കാഹിന്റെ ബാബോധി, ഏത് വിവാഹത്തിന്റെ അധ്യായം ഫുള്ള് കലക്കി കുടിച്ചു. ഇതുകൊണ്ട് പുള്ളുണ്ടാവോ? അതിന് കല്യാണം കഴിക്കണം, കൂടെ ജീവിക്കണം. ഏത് ഇൽമാണെങ്കിലും അതിന്റെ കൂടെ അമല് വേണം. ഈ പറഞ്ഞ വസ്തുതകളോടുകൂടെ നമ്മുടെ മാതൃകാ പുരുഷന്മാർ നമുക്കേതൊരു വിനയത്തിന്റെ മാർഗമാണോ കാണിച്ചു തന്നത്, ആ വഴിയിലൂടെ നാം സഞ്ചരിക്കാൻ തയ്യാറാകണം. നമ്മുടെ അമല് ഇബാദത്തൊക്കെ അതാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിനോടും റസൂലിനോടും ഗർവ് കാണിച്ചവരാണ്, അഹന്ത കാണിച്ചവരാണ് ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾ. അവരുടെ ധിക്കാരം ആ സമൂഹത്തിൽ മാത്രല്ല, മുത്ത് റസൂൽ ആഗതരായപ്പോൾ അവിടത്തോടും അവിടുന്ന് പരിചയപ്പെടുത്തിയ ഏക ഇലാഹിനോട് പോലും അവർ ഗർവ് കാണിച്ചു, അഹങ്കാരം കാണിച്ചു. അപ്പോൾ അവരിലേക്കാണ് ഈമാനും നിസ്കാരവും അള്ളാഹ് കൽപ്പിച്ചത്. ഈമാനും നിസ്കാരവും ഇത് രണ്ടും അഹങ്കാരത്തിന്റെ കൊമ്പൊടിക്കുന്ന കാര്യമാണ്. അറബികൾ, ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾ പൊതുവെ എവിടെയും തലകുനിക്കുന്നവരായിരുന്നില്ല. അവർക്ക് തലകുനിക്കുക എന്ന് പറഞ്ഞാൽ, കുനിയ എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ഭൂജാതരാകുന്ന കാലത്ത് അവിടുത്തെ അറബികൾ ഉണ്ടല്ലോ, ജാഹിലിയ അറബികൾ, അവർക്ക് തല താഴ്ത്തുക, കുനിയ എന്ന് പറഞ്ഞാൽ അത് അസഹ്യമായിരുന്നു. അവരുടെ കൂട്ടത്തിലെ കേന്മന്മാരുടെ കൈകളിൽ നിന്ന് ഒട്ടകത്തെ തെളിക്കുന്ന ചാട്ടവാർ താഴെ വീണാൽ അടിമകളെ കൊണ്ടും ഭൃത്യന്മാരെ കൊണ്ടും അത് എടുപ്പിക്കുമെന്നല്ലാതെ അവരത് കുനിഞ്ഞെടുക്കൂലായിരുന്നു. കയ്യിന്ന് ചാട്ടവാർ താഴെ വീണാല് ഒന്ന് കുനിഞ്ഞിട്ട് അതിന് പോലും അവർ അഹങ്കാരം സമ്മതിക്കില്ല, അത് അടിമകളെ കൊണ്ടെടുപ്പിക്കും. ചെരുപ്പിന്റെ വാറൊന്ന് ഊരിപ്പോയാൽ അത് ശരിയാക്കാൻ വേണ്ടി അവർ കുനിയാറില്ലായിരുന്നു. അതും അടിമകളെ കൊണ്ട് ശരിയാക്കാൻ പറ്റും, ആളെ കിട്ടിയില്ലെങ്കിൽ തട്ടി പള്ളേ കളയും. അത്ര അഹങ്കാരം. ആ സമൂഹത്തിലാണ് റുകൂഉം സുജൂദും ഉൾക്കൊള്ളുന്ന നിസ്കാരം അല്ലാഹു കൽപ്പിച്ചത്. നിരന്തരം കുനിഞ്ഞും സാഷ്ടാംഗം ചെയ്തും അഹങ്കാരത്തിന്റെ കൊമ്പടിക്കാൻ വേണ്ടി അല്ലാഹു റുകൂഉം സുജൂദുമുള്ള നിസ്കാരം അവിടെ നടപ്പിലാക്കി. അത് ലോക മുസ്ലിമീങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ നിർബന്ധ കർമ്മമായി അല്ലാഹു നിശ്ചയിച്ചു. നമ്മുടെ കിബിറിന്റെ കൊമ്പൊടിയാൻ അത് മതി. പക്ഷെ എന്ത് വേണമെന്നറിയോ? ജീവനുള്ള നിസ്കാരാകണം. നമ്മൾ റുക്കൂയിലേക്ക് കുനിയുമ്പോ സ്ട്രക്ചർ മാത്രം അവിടെ കുനിഞ്ഞു, മനസ്സിപ്പോഴും ഇങ്ങനെ നിൽക്കണേ, പറ്റൂല. ഈ നിസ്കാരത്തിന് ജീവനുണ്ടെങ്കിൽ അതിന്റെ കൂടെ മനസ്സ് കുനിയും.
ജീവനുള്ള സുജൂദാണെങ്കിൽ 7 അവയവങ്ങൾ 7 അസ്ഥികൾ നിലത്ത് പതിപ്പിച്ചുകൊണ്ടുള്ള സാഷ്ടാംഗം, അതാണ് സുജൂദ്. ആ സുജൂദിൽ വീണ് കിടക്കുമ്പോൾ അല്ലാ നീയാണെല്ലാം, നീയാണ് ശക്തൻ, നീയാണ് പ്രതാപവാൻ, ഞാൻ ഒരു ദുർബലനായ ബലഹീനനായ നിന്റെ ദാസൻ മാത്രമാണ്. നിന്റെ അനന്തകോടി പടപ്പുകളിലെ വെറും ദുർബലനായ ഒരു സൃഷ്ടി മാത്രമാണ് ഞാൻ അല്ലാ. ഇതാണ് ജീവനുള്ള സുജൂദിന്റെ അർത്ഥം. മറ്റേത് ചത്ത സുജൂദാ. ഈ സമൂഹത്തോടും കുടുംബത്തോടും വേണ്ടപ്പെട്ടവരോടൊക്കെ ഈ കിബിറും കാട്ടി നടന്നിട്ട് ഈ ബാക്ക് സീറ്റ് പൊക്കണ ഇടപാടുണ്ടല്ലോ, അത് ചത്ത സുജൂദാ. അത് പറ്റൂല. ആ സുജൂദ് ശരീരം ചെയ്യുമ്പോൾ മനസ്സിലാ വിനയം അങ്ങോട്ട് വരണം. അപ്പോഴാണ് ജീവനുള്ള സുജൂദാകുക. ജാഹിലിയ കാലത്തെ അറബി തമ്പുരാക്കന്മാരുടെ അഹങ്കാരത്തിന്റെ കൊമ്പൊടിക്കാനാണ് റുകൂഉം സുജൂദും ഉൾക്കൊള്ളുന്ന നിസ്കാരം അല്ലാഹു ഫർളാക്കിയത്. അത് ലോക മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമാക്കി നിലനിർത്തിയത് അവരെ വിനയം പരിശീലിപ്പിക്കാനാകുന്നു. അപ്പൊ അറിവോടുകൂടെ എല്ലാ രംഗത്തും നമ്മളൊന്ന് താഴുക. ഒരു കുഴപ്പമുണ്ടാവില്ല. നമ്മൾ താഴ്ന്നു കൊടുത്താൽ അള്ള പൊക്കും നമ്മളെ. നമ്മൾ പൊങ്ങിയാലോ അള്ള അടിച്ചിരുത്തും നമ്മളെ. എന്താന്ന് താഴ്ന്നാല് സഹജീവികളുടെ മുന്നിൽ നമ്മുടെ ഒന്ന് താഴ്ന്നു കൊടുത്താൽ എന്താ? അത് ലാഭക്കച്ചവട, ഒരു നഷ്ടം അതുകൊണ്ട് വരൂല. ഇനി നമുക്ക് കാരണങ്ങളിലുള്ള മരുന്ന്, ഏത് രോഗത്തിന്റെയും കാരണത്തിലാണല്ലോ ചികിത്സിക്കേണ്ടത്, എങ്കിലാണല്ലോ ആ ശിഫ സമ്പൂർണമാവുക. ഏത് അസുഖാണെങ്കിലും അതിന്റെ ഉത്ഭവം കണ്ടെത്തിയിട്ട് അവിടെ ചികിത്സിച്ചാലാണ് ആ രോഗം ശരിക്ക് സുഖാവുക, അല്ലേ? അഹങ്കാരത്തിന്റെ കാരണം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. 7 കാരണങ്ങളാണ്. വെറുതെ ആരും അഹങ്കാരി ആവൂല എന്ന് പറഞ്ഞല്ലോ, അല്ലേ? 7 കാരണം കൊണ്ടാണ് മനുഷ്യന്മാർക്ക് ഈഗോ ഉണ്ടാകുന്നതെന്ന് നേരത്തെ പറഞ്ഞു. അതിലൊന്ന്, ഓരോ കാരണം നോക്കിയിട്ട് അതിനുള്ള ചികിത്സയും കൂടി പറഞ്ഞു നിർത്താം. ഒന്ന്, അത്തകബ്ബുറു ബിൽ ഹസബി വന്നസബി, തറവാടിത്വം കൊണ്ട്, കുലമഹിമ കൊണ്ട്, കുടുംബ മഹിമ കൊണ്ട് അഹങ്കാരം നടിക്കുക. ഇത് നമ്മൾ ഒന്നാമത് പറഞ്ഞത്, അല്ലേ? ഇതിനെന്താ മരുന്ന്? ആർക്കെങ്കിലും എന്റെ തറവാട് തരക്കേടില്ല, മൂവാറ്റുപുഴ സെൻട്രൽ ജമാഅത്തില് കേളി കേട്ട കുഴപ്പമില്ലാത്ത തറവാട്ടുകാരനാണ് ഞാന് എന്ന ഒരു അഹന്ത ഉള്ളിൽ വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ ചികിത്സ എന്താ അറിയോ? വഇലാജുഹു ബിമഅരിഫത്തി അംറൈനി, 2 കാര്യം അറിയാം. ആദ്യം അറിവാകുന്ന ചികിത്സ ആദ്യം 2 കാര്യം അറിയാം. ഒന്ന്, ഒരറിവെന്താ? ഇന്നഹു ജഹ്ലുൻ മിൻ ഹൈസു ഇന്നഹു തഅസ്സുസുൻ ബികമാലി ഗൈരിഹി, തറവാടിത്വം കൊണ്ട്, കുലമഹിമ കൊണ്ട്, അല്ലേ, കുടുംബ പാരമ്പര്യത്തിലെ പ്രതാപം കൊണ്ട് അഹങ്കരിക്കുന്നവരറിയേണ്ട ഒന്നാമത്തെ അറിവ് ഇത് മറ്റുള്ളവരുടെ സമ്പൂർണത കൊണ്ട്, മേന്മത്തരം കൊണ്ട് അന്തസ് നടിക്കലാണെന്നറിയാം. നിങ്ങളെ ഒരാൾക്ക് ഇഷ്ടം പോലെ സ്വത്തുണ്ട്, പണമുണ്ട്, എന്നിട്ട് ഞാൻ ഇവിടെ നിന്നിട്ട് അതിനെ അഹങ്കരിക്കുക. നിങ്ങളെ കൂട്ടത്തിൽ നല്ല ഗ്ലാമർ സൗന്ദര്യമുള്ള ഒരാളുണ്ട്, അയാളെ കണ്ടിട്ട് ഞാൻ അഹങ്കരിക്കുക. ഇതെന്ത് വലിയ ജഹാലത്താണ്! ഇന്നഹു ജഹ്ലുൻ, തറവാടിത്വം കൊണ്ട് ഗർവ് നടിക്കൽ വിവരക്കേടാണ്, വിഡ്ഢിത്തമാണ്. എന്തുകൊണ്ട്? മിൻ ഹൈസു ഇന്നഹു തഅസ്സുസുൻ ബികമാലി ഗൈരിഹി, മറ്റൊരാളുടെ സമ്പൂർണത കൊണ്ട് അന്തസ് നടിക്കലാണത്. ബാപ്പാന്റെ വാപ്പ സംഭവമായിരുന്നു, ബാപ്പിയും സംഭവമായിരുന്നു. ഉപ്പൂപ്പിയും ബാപ്പിയും മരിച്ചിട്ട് ഖബറിൽ മണ്ണടിഞ്ഞു പോയി, അവർക്ക് മഹത്വം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പുള്ളക്കെന്താ കാര്യമേ? ഉപ്പയുടെ പേര് പറഞ്ഞ് മകൻ അഹന്ത നടിക്കലാണ്. ഉപ്പാപ്പയുടെ മേന്മ പറഞ്ഞ്, കേമത്തരം പറഞ്ഞ് പിൽക്കാലത്ത് വന്ന സന്താന പരമ്പര മേനി നടിക്കുക എന്നത് മറ്റൊരാളുടെ കമാലിയത്ത് കൊണ്ട് അഹങ്കരിക്കലാണ്. അത് വിവരക്കേടാണ്, ശുദ്ധ വിവരക്കേട്. ബാപ്പ സംഭവയുന്നു, ഉപ്പൂപ്പ സംഭവയുന്നു. അതുകൊണ്ട് മോനൊരു സംഭവമാണെങ്കിൽ തർക്കമില്ല, മോൻ സംഭവമല്ല. ബാപ്പ കളരിപ്പയറ്റ അഭ്യാസിയാണ്. കരാട്ടയിൽ 3 ബ്ലാക്ക് ബെൽറ്റ് ഉള്ള ആളാണ് ബാപ്പ. ഈ ബാപ്പ മരിച്ച് മണ്ണായി പോയിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ച് മകൻ തല്ലാൻ പോയാൽ, ബാപ്പ 3 ബ്ലാക്ക് ബെൽറ്റ് ഉള്ള കരാട്ടക്കാരനെന്നും പറഞ്ഞ് മകൻ തല്ലാൻ പോയാൽ
ബാപ്പ ഹയാത്തിലുണ്ടെങ്കിൽ പുള്ളക്ക് നാലെല്ലാം കൊള്ളുമ്പോ ചോദിക്കാൻ വരാനെങ്കിലും ഉണ്ടാവും. ഇത് കബറിൽ മണ്ണടിച്ച് പോയിട്ടുണ്ട്. ആ പേരില് മകൻ തല്ലാൻ പോയാൽ എന്താ സംഭവിക്കുക? ഓടുന്ന സ്ഥലത്ത് പുല്ല് മുളക്കൂല, അത്രേ ഉണ്ടാവുള്ളൂ. തറവാടിത്വം കൊണ്ടുള്ള അഹങ്കാര പ്രകടനം. ഇതില് ചിന്താർഹമായ മനോഹരമായ ഒരു നോവൽ വൈക്കം മുഹമ്മദ് ബഷീറിനുണ്ട് ഈ സബ്ജക്റ്റിൽ. ഏത് കുലമഹിമ കൊണ്ട് ഗർവ് കാണിക്കുന്ന സംഭവം മനോഹരമായിട്ട് വരച്ചു കാട്ടിയിട്ടുണ്ട്. അതിന്റെ പേര് തന്നെ എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരു ആനയുണ്ടാർന്നാ. വിദ്യാർത്ഥി ജീവിതകാലത്ത് വായിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. അതിലെ കേന്ദ്ര കഥാപാത്രങ്ങള് നായികയായി വരുന്നത് കുഞ്ഞു പാത്തുമ്മ, നായകനായി വരുന്നത് നിസാർ അഹമ്മദ്, മറ്റൊരു കഥാപാത്രം കുഞ്ഞി താച്ചുമ്മ. അതാരാ? നായികയുടെ ഉമ്മൻ. ഇതാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ. കുഞ്ഞു പാത്തുമ്മ എന്ന നായിക നിഷ്കളങ്കയായ ഒരു ഗ്രാമീണ പെൺകുട്ടിയാണ്. നായകനായ നിസാർ അഹമ്മദോ പുരോഗമനവാദിയായ എഡ്യൂക്കേറ്റഡായ വിദ്യാസമ്പന്നനായ ആളാണ്. ആര്? നിസാർ അഹമ്മദ്. കുഞ്ഞു പാത്തുമ്മയുടെ ഉമ്മയായ കുഞ്ഞി താച്ചുമ്മയോ പൊങ്ങച്ചക്കാരിയായ ഒരു തള്ളയാണ്. അവര് തന്റെ പൂർവീകരിലുണ്ടായിരുന്ന പ്രതാപം, ഉപ്പാപ്പാക്കുണ്ടായിരുന്ന ആനയെക്കുറിച്ചൊക്കെ ഓർത്തെടുത്തുകൊണ്ട് എപ്പോഴും മറ്റുള്ളവരോട് പറയും, എൻ്റെ ഉപ്പാപ്പാക്ക് ഒരു ആനയുണ്ടാർന്ന്. ഇത് പറയണ നേരത്ത് ആന പോയിട്ട് ഒരു കുഴിയ ആന പോലും സ്വന്തമല്ല. ഇതാണ് മനോഹരമായിട്ട് വായിക്കേണ്ട ഒരു വിഷയമാണത്. ഞങ്ങൾ ദർസ് പഠിക്കുന്ന കാലത്ത് മലയാള സാഹിത്യം പഠിക്കേണ്ടതിന്റെ ഭാഗമായി ചില നോവലൊക്കെ വായിപ്പിച്ചിരുന്നു ഉസ്താദ്മാര്. അതിൽ പെട്ടതാണ് എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു. സത്യത്തിൽ എന്താ പത്? ഉപ്പൂപ്പാക്ക് ആനയുണ്ട്, ഇവിടെ കുഴിയാന പോലും ഇല്ല. എന്നിട്ട് മറ്റുള്ളവരെ പുച്ഛിക്കുക, അതും പറഞ്ഞിട്ട്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, ഈ മഹാത്മ്യമുള്ള പ്രതാപമുള്ള മരിച്ചുപോയ പൂർവീകരെങ്ങാനും ഈ തറവാട് കൊണ്ട് അഹങ്കരിക്കുന്ന മക്കളുടെ മുന്നിൽ വന്നാൽ, വരൂല, ഇനി വരാൻ സങ്കല്പിക്ക, വന്നാൽ ലയുഖാലു ലഹു, വരെ നോക്കിയിട്ട് അവർ പറയുമായിരുന്നു, എന്ത്? അൽ ഫളു ലി വമൻ അൻത ഇന്നമാ അൻത ദൂദത്തുൻ ഖുലിഖത് മിൻ ബൗലി എന്ന് പറയായിരുന്നു. ഈ ഉപ്പാപ്പ ആനണ്ടായിരുന്നു. ഉപ്പാപ്പ ഈ കുഞ്ഞുതാച്ചുമ്മാന്റെ മുന്നിൽ ഇപ്പൊ എന്താ പറയാ? എന്താ ഒന്ന് പറയാ? അൽ ഫളു ലി, കേമത്തിലൊക്കെ എന്റെതാ, എനിക്ക് ആനണ്ടായിരുന്നത്. മൻ അൻത, നീ ആരാ? നിനക്കിത് പറയാനോ അഹങ്കരിക്കാൻ എന്താ വകുപ്പ്? ഇന്നമാ അൻത ദൂദത്തുൻ ഖുലിഖത് മിൻ ബൗലി, നിനക്ക് എന്നിൽ നിന്നുള്ള എന്താ? എന്റെ മൂത്രത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഒരു പുഴു മാത്രാ നീ. എന്റെ മൂത്രത്തിൽ നിന്നുണ്ടായ ഒരു പുഴു എന്നല്ലാതെ ഇതിനപ്പുറത്ത് എന്ത് മേന്മയെ നിനക്കുള്ളത് എന്നവർ പറയുമായിരുന്നു. നസബ കൊണ്ട്, തറവാടിത്വം കൊണ്ട് അഹങ്കരിക്കുന്നവർ ഒന്നാമതായി ഉള്ളിൽ മനസ്സിലാക്കി വെക്കേണ്ടത്, തനിക്ക് യോഗ്യതല്ലാതെ മറ്റുള്ളവരുടെ പേര് പറഞ്ഞ് ഞാൻ അന്തസ് നടിക്കുന്ന മണ്ടത്തരാണ് ഞാൻ ഈ ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാം. രണ്ടാമത്തേത് യഥാർത്ഥ തറവാട് എന്താണെന്ന് തിരിച്ചറിയാ. യഥാർത്ഥ തറവാട് എന്താ? ഡയറക്റ്റ് പിതാവിൽ നിന്ന് നമുക്ക് കിട്ടിയ എന്താണ്? നുത്തുഫത്ത്. അകലെയുള്ള മാനവ മക്കളുടെ പിതാവ്, തറവാടിന്റെ ബേസ് നബിയുന ആദം അലൈഹിസ്സലാം, അവിടുന്ന് നമുക്ക് കിട്ടിയ എന്താണ്? തുറാബ്, മണ്ണ്. അടുത്ത തറവാട്ടിൽ നിന്ന് ബീജവും കിട്ടി, അകലെയുള്ള തറവാടാണെങ്കിൽ മണ്ണുമായിരുന്നു. ഇതാണ് നമ്മളെ തറവാടിന്റെ ബേസ്. അതാണ് യഥാർത്ഥ തറവാടിത്വം എന്താണ്, തറവാട് വന്നത് എവിടുന്നാണ്, എങ്ങനെയാണ് എന്ന് തിരിച്ചറിയാ. തൊട്ടടുത്തുള്ള തറവാട് അറക്കുന്ന വെറുക്കുന്ന ബീജമാണ്, അകലെയുള്ള തറവാട് മണ്ണാണ്. ഇതാണ് സൂറത്ത് സജദ 7-8. വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ ثم جعل نسله من سلالة من ماء مهين وبدأ خلق الإنسان من طين. ആദ്യത്തെ തറവാട് മണ്ണാണ്. മനുഷ്യന്റെ സൃഷ്ടിപ്പിന് തുടക്കം കുറിച്ചത് കളിമണ്ണ് കുഴച്ചിട്ടാ. സുമ്മ ജഅല നസ്ലഹു, ആദിമ മനുഷ്യന്റെ സന്താന പരമ്പരയെ സംവിധാനിച്ചത് മിൻ സുലാലത്തിൻ മിൻ മാഇൻ
പുണ്യമായ ബീജ കണങ്ങളിൽ നിന്ന്, ആ വൃത്തികെട്ട ദ്രാവകത്തിന്റെ സത്തയിൽ നിന്ന്, സുലാലത്തിൽ നിന്ന്. ആ ബീജം മൊത്തം വേണ്ടല്ലോ, കോഴിമുട്ടക്ക് കോഴിക്കുഞ്ഞുണ്ടാകാൻ ഒക്കെ വേണം. അള്ള പറയാണ് ഈ ബീജം മുഴുവൻ വേണ്ട, അതിന്റെ സത്ത. ഒരു തുള്ളി ബീജ തുള്ളിയിൽ ലക്ഷക്കണക്കില് എന്തുണ്ട്? ബീജാണുക്കളുണ്ട് എന്നാ പറയുന്നത്. അള്ളാഹു പറയാണ് മിൻ സുലാലത്തിൻ മിൻ മാഇൻ മഹീൻ, ആ വൃത്തികെട്ട വെള്ളത്തിൽ നിന്നുള്ള സത്ത, അതിൽ നിന്നാണ് പിന്നെ സന്താന പരമ്പരയെ പടച്ചയച്ചത്. ഇതാണ് ഇപ്പൊ നമ്മളെ ബേസ്. അല്ലാതെ സ്വർണം വെള്ളിയൊന്നും അല്ലല്ലോ ഇപ്പൊ ഇത്, ആണോ? ഞങ്ങൾ അറബ് സാഹിത്യം പഠിക്കുമ്പം ഒരു കവിത പഠിക്കലുണ്ട്. ബനീ ഗദാനതമാ ഇന്നന്തുമു ദഹബു വലാ സ്വരീഫും വലാ കിന്നന്തുമു ഖസഫു. ബനൂ ഗദാന ഗോത്രം ഇങ്ങനെ ഗർവ് അടിച്ചു. കുടുംബമഹിമ ഏറ്റവും അധികം ഉണ്ടായിരുന്ന അന്നാണ്. ഏത്? അറബികൾക്കിടയിൽ ഇസ്ലാം വരുന്ന കാലത്ത്. അങ്ങനെ ഇസ്ലാം വന്നപ്പോഴും അതിനു മുമ്പുള്ള ജാഹിലിയ കാലത്തുള്ള കവിതകളാണ് ഇതൊക്കെ. അപ്പൊ ബനൂ ഖുദാന ഗോത്രം വല്ലാതെ ഗർവം അടിച്ചപ്പോ ഓപ്പോസിറ്റ് ഗോത്രത്തിൽ നിന്നുള്ള ഒരു സാഹിത്യകാരനായ അറബി അവരോട് പറയാ, ബനൂ ഖുദാന ഗോത്രമേ, ഇൻ അൻതുമു ദഹബു, നിങ്ങൾ സ്വർണ്ണൊന്നുമല്ല, വലാ സ്വരീഫുൻ, നിങ്ങൾ വെള്ളിയല്ല, പിന്നെയോ നിങ്ങൾ ഖസഫാൻ, വെറും മൺപൊടിയാണടാ, വെറും മണ്ണാടാ. നിങ്ങളെ കാട്ടിക്കൂട്ടൽ കണ്ടാല് നിങ്ങളെ ബേസ് സ്വർണ്ണോ വെള്ളിയോ എന്ന് തോന്നിപ്പോവല്ലോ എന്ന് പറയായിരുന്നു നാം. ചുരുക്കി പറഞ്ഞാൽ തറവാടിത്വം പറഞ്ഞുകൊണ്ടുള്ള കിബിർ ഇസ്ലാമിന്റെ, മുസൽമാന്റെ സംസ്കാരമല്ല, അത് ജാഹിലിയത്തിന്റെ സംസ്കൃതിയാണ്. അന്നങ്ങനെ തന്നെയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോഴുള്ള രീതി അതന്നെയായിരുന്നു. അവർ തമ്മിൽ അങ്ങനെയായിരുന്നു. ഇവർ അറബി പാടുന്നുണ്ട്, സ്വന്തം കെട്ടിയോളം മഹത്വം പറയാ. ഇന്നാ അബാഹ വ അബാബാഹ ഖദ് ബാലഗ ഫിൽ മജ്ദി ഗായതഹാ. ഇന്നാ അബാഹ, എന്റെ പ്രാണപ്രേയസിയുടെ, കാമുകിയുടെ, സ്വന്തക്കാരിയുടെ തന്ത, വ അബാഹ, തന്തയുടെ തന്ത, ഖദ് ബലഗ ഫിൽ മജ്ദി ഗായതഹാ, അവർ രണ്ടാൾക്ക് ഒരു സംഭവമായിരുന്നു. അവളെ വാപ്പിയും ഉപ്പൂപ്പിയൊക്കെ ഒരു സംഭവമായിരുന്നു. ഒരു അറബി പാടുകയാണ്. ഈ ചിന്താഗതി ഇസ്ലാം വന്നപ്പോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ വേരറുക്കാൻ പറഞ്ഞു. വേരറുക്കാൻ നമുക്കത് പാടില്ല, ജാഹിലിയത്തിന്റെ കൾച്ചറാ, നമുക്കത് പറ്റൂല. മഹാനരായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഒരു രംഗം പറയുന്നുണ്ട്. മക്കം ഫത്ഹിന്റെ ദിവസം ആയിരക്കണക്കിന് സ്വഹാബത്തിനെ കൂട്ടി മക്കയിലേക്ക് മാർച്ച് ചെയ്ത് വിശുദ്ധ കഅബാലയത്തെ ശിർക്കിൽ നിന്ന് മോചിപ്പിച്ച് മക്ക ഇസ്ലാമിന്റേതായി മാറിയ സുദിനം, മക്ക വിജയ ദിനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടത്തെ ഖസ്വ എന്ന പേരുള്ള ഒട്ടകപ്പുറത്ത് കേറിയിരുന്നു കൊണ്ട് വിശുദ്ധ കഅബാലയത്തിനെ വലയം വെച്ച് തവാഫ് ചെയ്തു. ഖസ്വ എന്ന ഒട്ടകപ്പുറത്ത് വേണ്ടി വന്നാൽ വാഹനം കയറിയിട്ടും തവാഫ് ചെയ്യാം. ഷാഫി മദ്ഹബ് അനുസരിച്ച് അതിന് കഫാറത്തൊന്നുമില്ല. കഴിയുന്നവർക്കും വേണമെങ്കിൽ ആകാന്നാ. മറ്റു മദ്ഹബിൽ സാധിക്കുമെങ്കിൽ പാടില്ലാന്നാ. വാഹനപ്പുറത്ത് സാധിക്കാത്തവർക്ക് ഏതായാലും വഹിച്ചിട്ടായാലും ഉന്തുവണ്ടിയിലായാലും നീ വണ്ടി കയറിയിട്ടാണെങ്കിലും ഒക്കെ തവാഫും സഹിയൊക്കെ ചെയ്യാം. പറ്റാത്തവർക്ക് നബി തങ്ങൾ എന്ന് മക്ക വിജയ ദിവസം ഖസ്വ എന്ന ഒട്ടകപ്പുറത്തേറി തവാഫ് പൂർത്തീകരിച്ചു. എന്നിട്ട് വാഹനപ്പുറത്ത് ഇരുന്നു കൊണ്ടു തന്നെ അവിടുന്ന് പ്രസംഗിച്ചു, അല്ലയോ സമൂഹമേ, നിങ്ങളുടെ അന്തസ്സിന്റെ ഒരു വസ്ത്രമുണ്ട്, ദുരഭിമാനത്തിന്റെ ഒരു മേലങ്കിയുണ്ട് നിങ്ങൾക്ക്. പൂർവീക പിതാക്കളുടെ പേര് പറഞ്ഞ് തറവാട് മഹിമ പറയുന്ന ഒരു സംസ്കാരമുണ്ട് നിങ്ങൾക്ക്. അത് ഊരി വലിച്ചെറിയുക തന്നെ വേണം. മക്കക്കാരെ വിളിച്ചിട്ട് പറയാൻ, മക്കക്കാര് വലിയ കേമന്മാരായിരുന്നു. ഞങ്ങൾ കഅബ പരിപാലിക്കുന്ന ആൾക്കാരാണ്, ഞങ്ങൾ ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്ന ആൾക്കാരാണ്. ഇവിടെയൊക്കെ അവർക്ക് ഇവരടിക്കുക അല്ലേ, പള്ളി പ്രസിഡന്റ് ഞാനാണെന്നൊക്കെ പറയില്ലേ ചില ആൾക്കാർ ആ ഗർവോടെ. ഈ സ്റ്റൈലില് അവര് പറയാ കഅബ പരിപാലിക്കുന്ന, ഹറം പരിപാലിക്കുന്ന കേമന്മാർ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അഹങ്കരിക്കുന്ന ടീമാണ്. അവരോട് പറയാണ്, നിങ്ങളുടെ ഗർവിന്റെ വസ്ത്രം ഊരി വലിച്ചെറിയുക തന്നെ വേണം.
തറവാടിത്വം പറഞ്ഞുകൊണ്ടുള്ള കിബറുണ്ടല്ലോ, അതിന്റെ വസ്ത്രം നിങ്ങൾ ഊരി വലിച്ചെറിയുക തന്നെ വേണം. നിങ്ങളുടെ നാഥൻ ഏക ഇലാഹായ അല്ലാഹുവാണ്. നിങ്ങളൊക്കെയും അവന്റെ വിനയാന്വിതരായ ദാസന്മാരാണ്. അന്ന് പ്രസംഗിക്കുക. ആദ്യത്തെ പ്രസംഗം മക്കാരോടെ, മക്കയിൽ വന്നിട്ട് എന്ത് നിങ്ങൾ തറവാട്ട് മേന്മ പറഞ്ഞിട്ട് അഹങ്കരിക്കണ്ട, ആ വസ്ത്രം ഊരി വലിച്ചെറിഞ്ഞേക്ക് എന്ന്. ആ സുദിനത്തിലാണല്ലോ നിസ്കാര സമയമെത്തിയപ്പോൾ, മക്ക വിജയ ദിവസം നിസ്കാരത്തിന്റെ സമയമായപ്പോൾ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബിലാലെ വാങ്ക് വിളിച്ചേക്കുക. കഅബയുടെ മുകളിൽ കയറിയിട്ട് വിളിച്ചൊന്ന്, കുറച്ച് ഹൈറ്റിൽ എന്നിട്ട് വിളിക്കണല്ലോ, നമ്മുടെ ഉച്ചഭാഷണയൊന്നും ഇല്ലല്ലോ. കഅബാലയത്തിന്റെ ലഹറിൽ കയറി നിന്ന് ഉറക്കെ വാങ്ക് വിളിക്കൂ ബിലാലെ. ബിലാൽ റളിയല്ലാഹു അൻഹു വാങ്ക് വിളിച്ചു. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യൻ ആ മഹിതമായ കൃത്യം അങ്ങോട്ട് നിർവഹിച്ചപ്പോ അറബ് തമ്പുരാക്കന്മാർക്ക് സഹിച്ചില്ല. അവരുടെ കൂട്ടത്തിലെ ഒരു കേമൻ അത്താബ് ഇബ്നു അസീദ്, അദ്ദേഹം പിന്നെ സ്വഹാബിയായി മാറി. അന്ന് ഈ കുലമഹിമ പറയുന്ന, കേമത്തരം പറയുന്ന ആളായിരുന്നു അത്താബ്. അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ഖബല അബീ ഹത്താ ലാ യറാ ഹാദൽ യൗം. അദ്ദേഹം എങ്ങനെ പ്രതികരിച്ചത്? കറുത്ത അല്ലേ, എത്യോപ്യൻ അടിമയായ നീഗ്രോ വംശജനായ ഈ മനുഷ്യനെ കൊണ്ട് വാങ്ക് വിളിപ്പിച്ചപ്പോ എങ്ങനെ പ്രതികരിച്ചത്? അൽഹംദുലില്ലാ അല്ലദീ ഖബല അബീ, എന്റെ വാപ്പാനെ മരിപ്പിച്ച അല്ലാഹുക്ക് സ്തുതി. ഹത്താ ലാ യറാ ഹാദൽ യൗം, ഇത് ഈ കാഴ്ച കാണാൻ എന്റെ വാപ്പച്ചി ഉണ്ടായില്ലല്ലോ, അതിന്റെ മുമ്പ് പിടിച്ചോണ്ടായല്ലോ, അതുകൊണ്ട് ആ അള്ളാഹ്ക്ക് സ്തുതി. കാരണം ഇത് എനിക്കെന്നെ സഹിക്കുന്നില്ല, എന്റെ വാപ്പ ഇവിടുത്തെ കേമനായിരുന്നു. ഈ ഒരു കറുകറുത്ത കരിക്കട്ടനെ കൊണ്ട് ഈ വാങ്ക് വിളിപ്പിച്ച ഈ സീന് എന്റെ വാപ്പ കാണാണ്ടായില്ലല്ലോ, അൽഹംദുലില്ലാ. ഇങ്ങനെ പ്രതികരണം. ഹാരിസ് ഇബ്നു ഹിശാം എന്ന കേമൻ, മക്കയിലെ കേമൻ ഇങ്ങനെയാണ് പ്രതികരിച്ചത്. മാ വജദ മുഹമ്മദുൻ വൈറ ഹാദൽ ഗുറാബിൽ അസ്വദി മുഅദ്ദിനാ. ഈ നബിക്ക് ഈ ഒരു കരിങ്കാക്കനെ അല്ലാത്ത വേറെ ആരെയും മുഅദ്ദിനാക്കാൻ കിട്ടിയില്ലേ? കരിങ്കാക്കാരനാ നമ്മള് കാക്കാമാര് പറയുന്ന ആ കാക്കയല്ല, പക്ഷിക്കാക്ക, അതിനെ ഖുറാബ് പറയാ. ഈ കറുത്ത കാക്ക, ഈ സാധനത്തിനെ അല്ലാതെ മുഅദ്ദിനാക്കാൻ വേറെ ആരും കിട്ടിയില്ല. എവിടെ? പലരും പല കമന്റും അടിച്ചിട്ട് പ്രതികരിച്ചു. റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ ഈ മഹിതമായ മാതൃകാപരമായ ഈ തീരുമാനവും അതിന്റെ നടപ്പിലാക്കലും കണ്ടപ്പോ ഇവിടത്തെ കേമന്മാർ പ്രതികരിച്ചത് താങ്കൾ അറിഞ്ഞോ? വഹയിലൂടെ അറിയിച്ചു കൊടുത്തു, ഇനി ആളുകൾ ഇതൊക്കെ പറയണേ. ഉടൻ അവരെ വിളിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിപ്പിച്ചു. അത്താബ് ഇബ്നു അസീദിനെ വിളിപ്പിച്ചു, ഹാരിസ് ഇബ്നു ഹിശാമിനെ വിളിപ്പിച്ചു, അബൂ സുഫിയാനെ വിളിപ്പിച്ചു. ഇവരൊക്കെ വിളിപ്പിച്ചിട്ട് നിങ്ങൾ എന്തൊക്കെയാ പ്രതികരിച്ചത്? നിങ്ങൾ വേണ്ടാത്തത് പറഞ്ഞു ഞാൻ അറിഞ്ഞു. അതെങ്ങനെ? അതാണ് വഹി. അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ എന്താ പറഞ്ഞത് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, എന്താ നിങ്ങൾ പറഞ്ഞത്? അവർ സമ്മതിച്ചു. അവര് സമ്മതിച്ച വേളയിലാണ് സൂറത്ത് ഹുജറാത്തിന്റെ 13-ാമത്തെ ആയത്ത് അവതരിക്കുന്നത്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഈ തറവാടും കബീലയും ഗോത്രവും കുലവും അല്ലേ, ഈ ഫാമിലിയും ഇങ്ങനെയൊക്കെ ആക്കി നിങ്ങളെ വേർതിരിച്ചത് വെറും അഡ്രസ്സിന് വേണ്ടി മാത്രം. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അല്ലാഹുവിങ്കൽ സ്ഥാനമുള്ളവർ, സീറ്റുള്ളവർ, അത്ഖാക്കും നിങ്ങളിൽ ഏറ്റവും ഭക്തിയുള്ളവരാണ്, സൂക്ഷ്മത പാലിക്കുന്നവരാണ്, തഖ്വയുള്ളവരാണ് എന്ന ആയത്ത് അവതരിക്കുന്ന സാഹചര്യം അതാണ്. ഏത്? ഈ കരിങ്കട്ട പോലത്തെ മനുഷ്യനെ, ഈ നീഗ്രോ വംശജനായ മനുഷ്യനെ മക്കയിൽ നിന്ന് ആദ്യം വാങ്ക് വിളിപ്പിക്കുകയാണ്. കഅബാലയത്തിന്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് വാങ്ക് വിളിപ്പിക്കുകയാണ്. അപ്പൊ അവർക്കത് സഹിക്കാൻ പറ്റാതെ ഇவ்விധത്തിലൊക്കെ അവർ പ്രതികരിച്ച ആ പശ്ചാത്തലത്തിലാണ് ഈ ആയത്തിറങ്ങുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ആരും ഈ ഡയലോഗ് വിടരുത് നാവിലൂടെ. ഇത് എന്റെ തറവാട് ഇതായിരുന്നു,
ആര് മനസ്സിൽ തറവാട്ട് മഹിമ ഒട്ടുമേ വേണ്ട. അത് ജാഹിലിയത്തിന്റെ സംസ്കാരമാണ്. അത് സമ്പൂർണ്ണമായിട്ട് മാറ്റണം. രണ്ടറിവാണ് ഇപ്പൊ ഇതിന് വേണ്ടത്. ഒന്ന്, തനിക്കില്ലാതെ ബാപ്പാർക്കുണ്ടായിട്ട് എനിക്കെന്ത് കാര്യം, ഇത് തിരിച്ചറിയാം. അവരെ മേന്മയിൽ ഞാനിവിടെ ഗർവടിച്ചാൽ ഇത്ര വലിയ മണ്ടനാവുമല്ലോ ഞാൻ തിരിച്ചറിയാം. പ്രധാനപ്പെട്ട നസബ, തറവാടിന്റെ മണ്ണ് മാന്തിയാല് അവിടുന്ന് ബീജും മണ്ണൊക്കെയാണ് വരാനുള്ളത്, അല്ലാതെ സ്വർണം വെള്ളിയൊന്നും വരാനില്ല. ഈ തിരിച്ചറിവ് ഇൻഷാ അല്ലാഹ് ഇനി 6 കാരണങ്ങളാൽ അഹങ്കാരം വരുന്നതിന് കൂടിയുള്ള ചികിത്സ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇത് വിശുദ്ധ മുഹറം മാസമാണ്. ഹിജറ കലണ്ടർ പ്രകാരം ന്യൂ ഇയർ ആണ് ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് വന്നത്. ഹിജറ വർഷം പൂർത്തിയായി പുതിയ വർഷാരംഭത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിജറ എന്ന് പറഞ്ഞാൽ വെടിയലാണ്, പലായനമാണ്. കേവലം മക്ക വിട്ട് മദീനയിലേക്കുള്ളൊരു യാത്ര മാത്രമല്ല ഹിജറ. ഇസ്ലാമിലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സബ്ജക്റ്റാണ് ഹിജറ. നബിമാരൊക്കെ ചെയ്തതാണ് ഹിജറ. നമുക്കും ഹിജറക്ക് പകരം ഉണ്ട്, ചില കാര്യമുണ്ട്. നമുക്കിപ്പം ഈ നാട് വിട്ടൊന്നും പോണ്ട. ലാ ഹിജറത ബഅദൽ ഫത്ഹി വലാകിൻ ജിഹാദും വനിയ്യ. നമുക്കുണ്ട് ഹിജറയുടെ സ്ഥാനത്ത് ചിലതൊക്കെ. ഹിജറ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം പലായനം, വെടിയൽ എന്നൊക്കെയാണ്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതൊക്കെ വെടിയ തന്നെ ഹിജറ. നമ്മുടെ ഹിജറ എന്താണ്? അള്ളാഹ്ക്ക് തൃപ്തിയില്ലാത്ത ഏതും എന്തും വെടിയുക. ആ ത്യാഗത്തിന് തയ്യാറാകുക. ആ ത്യാഗത്തിന് തയ്യാറായാലോ അള്ളാഹു കൈവെള്ളയിൽ നമ്മെ സംരക്ഷിക്കും. അല്ലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ദുർബലരായിരുന്നു. മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിരുന്നു, വളരെ ഒരു കഴിവില്ലാത്ത ന്യൂനപക്ഷമായിരുന്നു. എന്നിട്ട് ഈ സെറ്റപ്പുള്ള മക്ക നാട്ടിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ എന്താ അവരെ കയ്യിലുണ്ടായിരുന്നു? ഒന്നുമില്ല. ഒരു ഗുഹ, ഗാർ സൗർ, ഒരു ഗുഹ. ആ ഗുഹയിൽ അഭയം പ്രാപിച്ചു. അവരാ ഗുഹാ കവാടത്തിങ്കൽ വരെ സെർച്ച് ചെയ്ത് എത്തി. അല്ലേ, കൂടെയുള്ള സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു കുടുങ്ങിട്ടോ ഇല്ല, ഇറങ്ങി പുറപ്പെടാൻ പറഞ്ഞ പടച്ചവൻ സംരക്ഷിക്കും. രക്ഷപ്പെട്ടില്ലേ? ഒന്നുമില്ലാത്ത മദീനയിൽ ചെന്നിട്ട് രാജകീയ വരവേൽപ്പ് കിട്ടിയില്ലേ? എല്ലാ രംഗത്തുള്ള വിജയം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സഹാബക്കൾക്കും കിട്ടിയില്ലേ? അതാണ് ഹിജറ. ഹിജറ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും, നമ്മുടെ മനസ്സ് താല്പര്യമുള്ളതാണെങ്കിലും അല്ലെങ്കിലും അള്ളാഹ്ക്ക് ഇഷ്ടല്ലേ വെടിയുക, അത് ത്യജിക്കുക, അതിൽ നിന്ന് പലായനം ചെയ്യുക. ഈ സന്ദേശമാണ് ഹിജറ വർഷം നമുക്ക് സമ്മാനിക്കുന്നത്. അൽഹംദുലില്ലാ, വരുന്ന വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് മുഹറം 9, 10, ആശൂറാ, താസുആ. ചരിത്രപരമായി ഒരുപാട് മഹത്വമേറിയ അത്ഭുത സംഭവങ്ങൾ അരങ്ങേറിയ ഒരു സുദിനമാണ് മുഹറം 10. ഒരുപാട് പ്രവാചകന്മാർക്ക് ഒരുപാട് മേന്മകൾ അള്ളാഹു വാരിക്കോരി കൊടുത്ത ദിവസം, മോചനം നൽകിയ ദിവസം, ചരിത്ര പ്രാധാന്യമുള്ള ദിവസം, അതോടൊപ്പം കർബലയുടെ കണ്ണുനീരിന്റെ കഥ പറയുന്ന ദിവസം. ഒരുപാട് പ്രത്യേകതയുള്ള ദിവസമാണ് മുഹറം 10. ജൂതന്മാർ അതിനെ ആദരിച്ചിരുന്നു. അന്നവർ നോമ്പ് പിടിച്ചിരുന്നു. മദീനയിലെ ജൂതന്മാർ നോമ്പ് പിടിച്ചപ്പോ മൂസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സംരക്ഷിച്ചതും പ്രത്യേകമായി പരിഗണിച്ചതും ഈ സുദിനത്തിലായതുകൊണ്ട് ഞങ്ങൾ നന്ദി കാണിക്കുകയാണെന്ന് ജൂതന്മാർ പറഞ്ഞപ്പോ, ഞങ്ങളാണ് നിങ്ങളെക്കാൾ മൂസാ നബിയോട് കടപ്പെട്ടവര് എന്ന് പറഞ്ഞ് മുഹറം 10-നെയും വരും വർഷം ഞാൻ ഉണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ ഞങ്ങൾ ആകാതിരിക്കാൻ വേണ്ടി 9-നും നോമ്പ് പിടിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് 9-നും 10-നും നോമ്പ് പിടിക്കൽ മുഅക്കദായ സുന്നത്താണ്. ആരോഗ്യം അനുവദിക്കുന്ന എല്ലാവരും അത് ചെയ്താൽ പുണ്യകരമാണ്. വരുന്ന വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഈ കാര്യം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുഹാജിറായി, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത, അള്ളാഹു വെറുക്കുന്ന, അവന്റെ സൃഷ്ടികളായ ഉന്നതരായ മലക്കുകൾ വെറുക്കുന്ന, സത്യവിശ്വാസികൾ വെറുക്കുന്ന എല്ലാ വൃത്തികെട്ട സ്വഭാവങ്ങളിൽ നിന്നും ഒഴിവായി സംശുദ്ധരായി ജീവിച്ച് മരിക്കാൻ അള്ളാഹുവേ നീ ഞങ്ങൾക്കൊക്കെയും തൗഫീഖും ബോധവും നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്.